ഹലോ നമസ്കാരം. നമ്മൾ അഡ്മിഷൻ റിവാലുവേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്കറിയാം, റിവാലുവേഷനുമായി ബന്ധപ്പെട്ട റിവാലുവേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും എങ്ങനെ തയ്യാറാക്കാമെന്നുള്ള കാര്യങ്ങൾ വിശദമായി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുകയും മറ്റൊന്ന് നിങ്ങൾക്ക് വർക്ക് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അത്തരം കാര്യങ്ങളൊക്കെ വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിലും കുറേയൊക്കെ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാനും എങ്ങനെയാണ് അത്തരം വർക്കുകൾ വർക്കൗട്ട് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിലൂടെ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരം വർക്കുകൾ ഒന്നുകൂടെ ഡീപ്പായിട്ട് നിങ്ങൾക്കിലേക്ക് എത്തണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അത്തരത്തിലുള്ള മറ്റൊരു എക്സാമ്പിളുമായിട്ട് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കാതിരിക്കുക. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിളാണെന്ന് ഈ വീഡിയോയിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. നമുക്കൊന്ന് നോക്കാമല്ലോ. ഹരിത, സമിത ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസ് ഇൻ ദ റേഷ്യോ 5:3. ഹരിതയും സമിതയും 5:3 എന്ന അനുപാതത്തിൽ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന പാർട്ട്നേഴ്സാണ്. The following is their balance sheet as on 31st March 2018. 2018 മാർച്ച് 31-നുള്ള ഇവരുടെ ബാലൻസ് ഷീറ്റാണ് ചുവടെ തന്നിട്ടുള്ളത്. രണ്ട് പാർട്ട്ണർമാരാണ് ഹരിതയും സമിതയും. ഇവരുടെ റേഷ്യോ, പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന റേഷ്യോ 5:3 ആണ്. ഇവരുടെ 2018 മാർച്ച് 31-നുള്ള ബാലൻസ് ഷീറ്റാണ് താഴെ തന്നിട്ടുള്ളത്. താഴെ ബാലൻസ് ഷീറ്റിനകത്തായിട്ട് കുറേ ഐറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. താഴെ ഒരു 5 പോയിന്റിലായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റുകളെ കുറിച്ച് സംബന്ധിച്ചും പറയുന്നുണ്ട്. നിങ്ങളോട് എന്താ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? പ്രിപ്പയർ റിവാലുവേഷൻ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റും തന്നിട്ടുണ്ട്, അഡ്ജസ്റ്റ്മെൻറ്റും തന്നിട്ടുണ്ട്. അതിന് പുറമെ എന്താ ഇവിടെ പറയുന്നത്? എന്താണ് ഈ ക്വസ്റ്റ്യനിൽ സംഭവിച്ചിട്ടുള്ളത്? They decided to admit Samira into partnership on 1st April 2018. 2018 ഏപ്രിൽ 1-ാം തീയതി ഇവർ സമീറയെ ഈ ബിസിനസ്സിലേക്ക് പുതിയ പാർട്ട്ണറായിക്കൊണ്ട് അഡ്മിറ്റ് ചെയ്യാണ്. ഓൺ ദി ഫോളോയിങ് ടേംസ്, താഴെ പറയുന്ന വ്യവസ്ഥകൾ പ്രകാരം. താഴെ സമീറയെ പുതിയ പാർട്ട്ണറായിട്ട് അഡ്മിറ്റ് ചെയ്യുന്നതിനുള്ള വ്യവസ്ഥകൾ 5 പോയിന്റുകളായിട്ട് 5 കണ്ടീഷൻ താഴേക്ക് പറയുന്നുണ്ട്. നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് prepare revaluation account, capital account and balance sheet of the new firm. റിവാലുവേഷൻ അക്കൗണ്ട് ഉണ്ടാക്കണം, ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യണം, ബാലൻസ് ഷീറ്റ് തയ്യാറാക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നിങ്ങളോട് വർക്കൗട്ട് ചെയ്യുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ വിശദമായിട്ട് വായിച്ചു സമയം കളയല്ല വേണ്ടത്. അതിൻ്റെ കണ്ടന്റ് എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത്, നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനത്തിലേക്ക് നിങ്ങൾ ആദ്യം എത്തണമെന്നുള്ളതാണ് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചു. ഹരിതയും സമിതയുമാണ് പാർട്ട്ണർമാർ. അവരുടെ റേഷ്യോ കണ്ടു, അവരുടെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. സമീറയെ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ അഡ്മിഷനാണ് ഇവിടെ നടന്നത്. അതുമായി ബന്ധപ്പെട്ട കണ്ടീഷനുകളൊക്കെ താഴെ തന്നിട്ടുണ്ട്. റിവാലുവേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും വായിച്ചുകൊണ്ട് ഇത്രയും ഒരു ചെറിയൊരു അവയർനെസ് ക്വസ്റ്റ്യൻ എന്ന് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഇനിയാണ് നമ്മളത് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 3 കാര്യങ്ങളും വരച്ചു. റിവാലുവേഷൻ അക്കൗണ്ട് വരയ്ക്കുക, ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുക, ബാലൻസ് ഷീറ്റ് വരയ്ക്കുക. 3 ഒരേ സമയം നിങ്ങൾ വരച്ച് തയ്യാറാക്കി വെക്കുക. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണല്ലോ അത്തരം കാര്യങ്ങൾ. ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? എന്താ പറഞ്ഞത്? നമ്മളോട് പറഞ്ഞതാണ് ഈ വരച്ചതിൽ ഒറ്റൊന്നിന് മാത്രമാണ് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കി. അത് ക്യാപിറ്റൽ അക്കൗണ്ടാണ്. ആ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ കൊണ്ടുപോയി എഴുതാം. ബാലൻസ് ബ്രോഡോ, ക്യാപിറ്റലിൻ്റെ എമൗണ്ട് 40ഉം 30ഉം. ഹരിതയുടെ എമൗണ്ട് 40,000, സമിതയുടെ എമൗണ്ട് 30,000. അപ്പോൾ ഫസ്റ്റ് ചെയ്ത കാര്യമാണ് ഓപ്പണിംഗ് ബാലൻസ് എഴുതി. ഇനി രണ്ടാമതായി എന്തു ചെയ്യണമെന്നുള്ളതാണ്. ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാലും, ഇനി പറയാൻ പോകുന്ന കാര്യം കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ പറയാതിരുന്നതാണ്. കാരണം അവിടെ അത്തരം ഒരു സാഹചര്യം വരാതിരുന്നത് കൊണ്ടാണ് അത് പറയാതെ പോയത്. അപ്പോൾ ഇവിടെ അത്തരം ഒരു കേസ് ഇവിടെ വരുന്നുണ്ട്, അതുകൊണ്ടാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇനി മനസ്സിലാക്കുക.
വരച്ചു വെച്ച 3 എണ്ണത്തിൽ ഒന്നിന് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്, അത് നമ്മൾ കാണിച്ചു. അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടത് തന്നിട്ടുള്ള ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ റിസർവോ പ്രോഫിറ്റ് ആൻഡ് ലോസോ ഉണ്ടോ എന്ന് നോക്കണം. റിസർവോ പ്രോഫിറ്റ് ആൻഡ് ലോസോ ഉണ്ടോ എന്ന് നോക്കുക. നിങ്ങൾക്ക് കാണാമല്ലോ ഇവിടെ റിസർവ് കണ്ടോ. അപ്പോൾ ഇവിടെ റിസർവ് ഉള്ളതായിട്ട്, റിസർവ് ഉണ്ടെങ്കിൽ റിസർവ് ഉണ്ടാവും, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ടാവും. അപ്പോൾ റിസർവ് ഉണ്ടെങ്കിൽ നമ്മൾ രണ്ടാമതായിട്ട് ഇതാണ് പരിഗണിക്കേണ്ടത്. രണ്ടാമതായിട്ട് റിസർവ് പരിഗണിക്കുക. എന്താണ് റിസർവ്? റിസർവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, കരുതൽ ധനമാണ്. ഹരിതയും സമിതയുടെയും ബിസിനസ്സാണിത്. അന്ന് അവർ രണ്ടുപേരും അവരുടെ ബിസിനസ്സിൽ കരുതി വെച്ചിട്ടുള്ള പണമാണ് ജനറൽ റിസർവായിട്ട് 8000 രൂപ കാണുന്നത്. ഇനി പുതിയ ബിസിനസ്സിലേക്ക് സമീറ കൂടി വരുമ്പോൾ ഹരിതയും സമീറയും സമിതയും കൂടി പുതിയ റിസർവ് ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ പഴയ റിസർവും പഴയ ലാഭവും എല്ലാം ഓൾഡ് പാർട്ട്നേഴ്സിന് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അഡ്മിഷൻ നടക്കുമ്പോൾ പഴയ റിസർവുകളും പഴയ ലാഭങ്ങളും ഓൾഡ് പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കണം എന്നുള്ളതാണ് അക്കൗണ്ടൻസിൻ്റെ റൂൾ. അപ്പോൾ അത് പ്രകാരം അത്തരം ഒരു റൂള് നിലനിൽക്കെ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ റിസർവ് വീതിക്കണം. റിസർവ് വീതിക്കുമ്പോൾ എന്താണ് എഴുതേണ്ടത്? റിസർവ് ആണല്ലോ വീതിക്കേണ്ടത്. റിസർവ് വീതിക്കുമ്പോൾ ജനറൽ റിസർവ് ടു ഹരിത ടു സമിത. നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് ഒരു എൻട്രി ഇവിടെ കാണിച്ചു വെച്ചിട്ടുള്ളത്. നിങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് കൂടി ഞാൻ ഈ സമയത്ത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളൊരു എൻട്രിയാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. റിസർവ് വീതിക്കുന്ന എൻട്രി ജനറൽ റിസർവ് ടു ഹരിത ടു സമിത. അപ്പോൾ റിസർവ് രണ്ടാമതായിട്ട് റിസർവ് വീതിക്കണമെന്ന് പറഞ്ഞു. ഇനി നമ്മൾ നോക്കാം. ജനറൽ റിസർവ് ടു ഹരിത ടു സമിത. ഹരിതയുടെയും ഹരിതക്കും സമിതക്കും റിസർവ് വീതിച്ചു കൊടുക്കണമെന്നുള്ളതാണ്. ഹരിതയുടെയും സമിതയുടെ അക്കൗണ്ടിലേക്കാണ് റിസർവ് വീതിച്ചു കൊടുക്കേണ്ടത്. ഹരിതയുടെയും സമിതയുടെയും ക്യാപിറ്റൽ അക്കൗണ്ട് ആണല്ലോ ഇത്. ഈ അക്കൗണ്ടിലേക്ക് ജനറൽ റിസർവ് പോസ്റ്റ് ചെയ്യണം. ജനറൽ റിസർവ് ഇവിടെ ഡെബിറ്റിലാണ്. അപ്പോൾ ഹരിതയുടെയും സമിതയുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റിൽ ജനറൽ റിസർവ്. അപ്പോൾ ഒന്നാമതായിട്ട് ഓപ്പണിംഗ് ബാലൻസ് ഒന്നാമതായിട്ട് കാണിച്ചു. രണ്ടാമതായി ജനറൽ റിസർവ് കാണിക്കുകയാണ്. എങ്ങനെയാണ് ജനറൽ റിസർവ് ഇവിടെ വന്നത് എന്ന് ക്ലിയർ ആയല്ലോ. റിസർവ് വീതിക്കുമ്പോൾ ജനറൽ റിസർവ് ടു ഹരിത ടു സമിത. ഹരിതയുടെ സമിതയുടെ അക്കൗണ്ടിൽ ജനറൽ റിസർവിടെ ഡെബിറ്റിലാണ്. ക്രെഡിറ്റിൽ ജനറൽ റിസർവ്. എമൗണ്ട് നിങ്ങൾക്ക് കാണാം 8000 ആണ്. പക്ഷേ റേഷ്യോ 5:3 ആണ്. അപ്പോൾ 8000 5:3 നമുക്ക് മനസ്സിലാവുമല്ലോ. റിസർവിൻ്റെ എമൗണ്ട് 8000. ആ 8000 റിസർവ് വീതിക്കുന്നത് തൽക്കാലം ഇവിടെ കാണിക്കുന്നുണ്ട്. ജനറൽ റിസർവ് 8000 ഇൻറ്റു 5/8 8000 ഇൻറ്റു 3/8. അപ്പോൾ റിസർവ് വീതിക്കുന്ന കാൽക്കുലേഷനാണ് 8000 ഇൻറ്റു 5:3 എന്നാണല്ലോ റേഷ്യോ. 5:3 എന്നാണ് റേഷ്യോ തന്നിട്ടുള്ളത്. അപ്പോൾ ആ റേഷ്യോ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. 0 ഒഴിവാക്കി വായിച്ചാൽ മതി. 5:3 റേഷ്യോ 8000 വീതിച്ചപ്പോൾ 5000 അതേപോലെ തന്നെ 3000 ലഭിക്കുക. അപ്പോൾ അതിവിടെ നിങ്ങൾ ആ എമൗണ്ട് ഇവിടെ കാണിച്ചിട്ടുണ്ടാവും. ജനറൽ റിസർവ് വീതിച്ചപ്പോൾ 5000 3000. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് കാണിച്ചു. ഒന്ന് ഓപ്പണിംഗ് ബാലൻസ് കാണിച്ചു, രണ്ട് റിസർവ്. അപ്പോൾ ഏതൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും നിങ്ങൾ ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. രണ്ട് അക്കൗണ്ടുകളും ഒരു ബാലൻസ് ഷീറ്റും വരച്ചതിന് ശേഷം ആദ്യം ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് എടുത്ത് എഴുതുക. അതിനുശേഷം ബാലൻസ് ഷീറ്റ് പരിശോധിച്ചിട്ട് റിസർവ്, ചിലപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നുണ്ടാവും. റിസർവ് ആകുമ്പോൾ വീതിക്കുമ്പോൾ ജനറൽ റിസർവ് ടു ഹരിത ടു സമിത. ഇനി ഇവിടെ ഇതിന് പകരം പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണെങ്കിലോ
ഈ പേര് മാറ്റിയാൽ മതി, സെയിം എൻട്രി തന്നെ എഴുതും നമ്മൾ. പ്രോഫിറ്റ് ആൻഡ് ലോസ് ടു ഹരിത ടു സമിത എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എഴുതും. ക്ലിയർ ആകുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ രണ്ടെണ്ണം കാണിച്ചു. ഇനി എന്ത് ചെയ്യണം? ഇനി നമ്മൾ ഓരോ പോയിന്റുകളായിട്ട് എടുക്കാം. ഓരോ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഓരോന്നിനും എൻട്രികൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. അതേപോലെ കറസ്പോണ്ടിങ് എൻട്രികൾ ഡെവലപ്പ് ചെയ്യുക. അത്തരം എൻട്രികൾ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ വർക്കിലെ ഭൂരിഭാഗം വർക്കുകളും നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. അപ്പോൾ ഓരോ പോയിന്റുകൾ എടുക്കുകയാണ്. Semira has to bring 25,000 as capital for 1/4 share in future profit. സെമീറക്ക് ഫ്യൂച്ചറിൽ 4/1 ലാഭം കിട്ടണമെങ്കിൽ 25,000 ക്യാപിറ്റൽ ഇനത്തിൽ കൊണ്ടുവരണം. അപ്പോൾ ക്യാപിറ്റൽ കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്യാഷ് ടു ക്യാപിറ്റൽ. അപ്പോൾ ക്യാപിറ്റൽ കൊണ്ടുവരുന്ന എൻട്രി എഴുതി ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. 2. സെമീറ വിൽ ബ്രിങ് her share of goodwill 9,000. ഷമീറ 9,000 രൂപ പ്രീമിയം കൊണ്ടുവരണം. പ്രീമിയം കൊണ്ടുവരുമ്പോൾ എൻട്രി നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്യാഷ് ടു പ്രീമിയം. ക്യാഷ് ടു പ്രീമിയം എൻട്രി ക്ലിയർ ആവുമല്ലോ. ക്യാഷ് ടു പ്രീമിയം. ഈ എൻട്രി നിങ്ങൾ നോക്കുക. ഈ എൻട്രിയിൽ ക്യാഷ് എന്ന് പറയുന്ന അക്കൗണ്ട് നമ്മൾ തയ്യാറാക്കിയിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ വരച്ചിട്ടില്ല. പ്രീമിയം എന്ന് പറയുന്ന അക്കൗണ്ടും നമ്മൾ വരച്ചിട്ടില്ല. അതുകൊണ്ട് പ്രീമിയം കൊണ്ടുവരുമ്പോൾ ഉള്ള എൻട്രിക്ക് നമുക്ക് ഈ വർക്കിനിടയിൽ പോസ്റ്റിംഗ് ഇല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് എൻട്രി പാസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് വേണ്ട എന്ന് കാണിച്ചുകൊണ്ട് ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എൻട്രി നിങ്ങൾക്ക് ഒഴിവായി കിട്ടി. 2. നിങ്ങൾക്കറിയാം പ്രീമിയം കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രീമിയം ഓൾഡ് പാർട്ട്നേഴ്സിന് അവകാശപ്പെട്ടതാണ്. അത് വീതിച്ചു കൊടുക്കണം. വീതിച്ചെടുക്കുമ്പോൾ പ്രീമിയം ടു ഹരിത ടു സമിത. ആ എൻട്രി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പ്രീമിയം ടു ഹരിത ടു സമിത. അപ്പോൾ നോക്കുക, ഹരിതയുടെയും സമിതയുടെയും അക്കൗണ്ടിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് അവിടെ പോസ്റ്റിംഗ് നമുക്ക് നടത്താം, പിന്നീട് അവിടെ നിൽക്കട്ടെ. നെക്സ്റ്റ്, വാല്യൂ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ബി appreciated and brought up to 45,000. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എമൗണ്ട് അപ്രീസിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ കൂടി അപ് ടു 45,000, 45,000 ആയിട്ട് കൂടി. അപ്പോൾ ഇവിടെ കാണാം ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആദ്യം 40,000 ആണ്, അത് 45,000 ആയിട്ട് വർദ്ധിച്ചതായിട്ട് നിങ്ങൾക്ക് കാണാം. നെക്സ്റ്റ്, സ്റ്റോക്ക് റീവാല്യൂഡ് അറ്റ് ₹16,000. സ്റ്റോക്കിൻ്റെ എമൗണ്ട് 16,000 ആയിട്ട് കണ്ടെത്തി. ആദ്യം സ്റ്റോക്കിൻ്റെ എമൗണ്ട് 17,000 ആയിരുന്നു. അതിന് മുൻപ് ഒരു കാര്യം ഇവിടെ വിട്ടുപോയി. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 45,000 ആയി കൂടി. ആദ്യം 40,000 ഉണ്ട്, 45 ആയി കൂടി. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ അസറ്റാണ്. അസറ്റ് കൂടുമ്പോൾ എൻട്രി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അസറ്റ് അക്കൗണ്ട് ലെറ്റർ ടു റിവാലുവേഷൻ. അസറ്റ് അക്കൗണ്ട് ലെറ്റർ ടു റിവാലുവേഷൻ. അതിൽ അസറ്റിൻ്റെ പേരോടെ ചേർക്കുക. അസറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണ്. അപ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അക്കൗണ്ട് ലെറ്റർ ടു റിവാലുവേഷൻ. നെക്സ്റ്റ്, സ്റ്റോക്കിൻ്റെ എമൗണ്ട് 16,000 ആയി. സ്റ്റോക്കിൻ്റെ എമൗണ്ട് 16,000 ആയി. അതായത് ഇവിടെ സ്റ്റോക്ക് ഓൾറെഡി ഉണ്ടായിരുന്നത് 17,000 ആണ്. അതിപ്പോൾ 16,000 ആയി. അപ്പോൾ സ്റ്റോക്ക് കുറഞ്ഞിട്ടുണ്ട്. സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ഒരു അസറ്റാണ്. അസറ്റ് പറയുമ്പോൾ റിവാലുവേഷൻ ടു അസറ്റ് എന്നാണ്. അപ്പോൾ നമ്മളിവിടെ എൻട്രി ചെയ്തും റിവാലുവേഷൻ ടു അസറ്റിൻ്റെ സ്ഥാനത്ത് സ്റ്റോക്ക്, റിവാലുവേഷൻ ടു സ്റ്റോക്ക്. നെക്സ്റ്റ്, ഇത് തന്നെ ഒന്നുകൂടെ പറയുന്നുണ്ട്. ഫർണിച്ചർ ടു ബി റെഡ്യൂസ്ഡ് ബൈ 10%. ഫർണിച്ചറിൻ്റെ എമൗണ്ട് 10% റെഡ്യൂസ് ചെയ്ത് കുറച്ചു. അതായത് ഫർണിച്ചർ എന്ന് പറയുമ്പോൾ അസറ്റാണ്. കുറയുമ്പോൾ റിവാലുവേഷൻ ടു ഫർണിച്ചർ. അപ്പോൾ ഇതിൽ 2 എൻട്രികളുണ്ട്. സ്റ്റോക്ക് കുറയുമ്പോൾ എൻട്രി, റിവാലുവേഷൻ ടു സ്റ്റോക്ക്. ഫർണിച്ചർ കുറയുമ്പോൾ റിവാലുവേഷൻ ടു ഫർണിച്ചർ. നെക്സ്റ്റ്, ക്രെഡിറ്റേഴ്സ് ഓഫ് ₹2,000 ഈസ് നോട്ട് ലൈക്ലി ടു ബി ക്ലെയിംഡ്. ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് 2,000 രൂപ കൊടുക്കേണ്ടി വന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ലയബിലിറ്റിയാണ്. ലയബിലിറ്റി 2,000 കൊടുക്കാതെ വന്നാൽ എന്ത് സംഭവിക്കും? കൊടുക്കണ്ട എന്നാണ് പറയേണ്ടത്. അങ്ങനെ കൊടുക്കാതിരുന്നാൽ കൊടുക്കാനുള്ള ആളെ സംബന്ധിച്ച് ബാധ്യത പറയും. ബാധ്യത പറയുമ്പോൾ നമ്മൾ എൻട്രി പഠിച്ചിട്ടുണ്ട് ലയബിലിറ്റി ടു റിവാലുവേഷൻ എന്നാണ്. ലയബിലിറ്റി ടു റിവാലുവേഷൻ. ആ എൻട്രി നമ്മൾ പാസ് ചെയ്യും. ലയബിലിറ്റിയുടെ പേര് ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് ടു റിവാലുവേഷൻ. അതായത് നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് ആവശ്യം വേണ്ട എൻട്രികൾ കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്? നമുക്ക് കാണാം.
ആവശ്യം വേണ്ട എൻട്രികൾ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പോസ്റ്റിങ്ങുകൾ നടത്തണം. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചു, അഡ്ജസ്റ്റ്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻട്രികളൊക്കെ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓൾറെഡി അക്കൗണ്ടുകൾ വരച്ചു. 2 പോസ്റ്റിംഗ്, 1 ഓപ്പണിംഗ് ബാലൻസ്, 2 റിസർവ് എഴുതി. ഇനി അടുത്തതായി ഓരോന്നായിട്ട് എടുക്കാം. ഫസ്റ്റ് ക്യാഷ് ടു ക്യാപിറ്റൽ. ക്യാഷ് അക്കൗണ്ട് ഇല്ല, ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചിട്ടുണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്യാഷ് എന്ന് പോസ്റ്റ് ചെയ്യും. ക്യാഷ് ഇവിടെ ഡെബിറ്റിലാണ്, കൊണ്ടുവന്നിട്ട് ക്രെഡിറ്റ് പോസ്റ്റ് ചെയ്യാം. ക്യാപിറ്റൽ അക്കൗണ്ട് ആണല്ലോ ഇത്, അതിൻ്റെ ക്രെഡിറ്റിൽ ക്യാഷ് എന്ന് പോസ്റ്റ് ചെയ്തു. ആരാണ് ഇവിടെ ക്യാഷ് കൊടുക്കുന്നത്? സെമീറ അല്ലേ കൊടുക്കുന്നത്? സെമീറയുടെ അക്കൗണ്ടിൽ 25,000. ക്ലിയർ ആയില്ല? സെമീറ ക്യാപിറ്റൽ കൊടുന്നപ്പോൾ ക്യാഷ് ടു ക്യാപിറ്റൽ, ഇതിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്യാഷ് എന്ന് പോസ്റ്റ് ചെയ്തു. അവിടെ ഡെബിറ്റിലായതുകൊണ്ട് ക്രെഡിറ്റിൽ പോസ്റ്റ് ചെയ്തു. സെമീറയാണ് കൊടുക്കുന്നത്, സെമീറയുടെ അക്കൗണ്ടിൽ എമൗണ്ടും കാണിച്ചു. നെക്സ്റ്റ്, അപ്പോൾ ഇത് നമ്മൾ തേർഡായിട്ട് പോസ്റ്റ് ചെയ്തതാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി, ആ ഒരു സീക്വൻസ് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്പറിങ് കൊടുക്കുന്നത്. ക്ലിയർ ആവുമല്ലോ? അപ്പോൾ അത് പോസ്റ്റ് ചെയ്തു. നെക്സ്റ്റ്, രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ്. 2 എൻട്രികൾ നിങ്ങൾക്ക് കാണാം. ക്യാഷ് ടു പ്രീമിയവും പ്രീമിയം ടു ഹരിത ടു സമിത. ക്യാഷ് ടു പ്രീമിയം, ക്യാഷ് അക്കൗണ്ടും പ്രീമിയം അക്കൗണ്ടും ഉണ്ടാക്കാത്തത് കൊണ്ട് അത് വേണ്ട എന്ന് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 അക്കൗണ്ട് ഇല്ല, അപ്പോൾ ഇതൊന്നും പോസ്റ്റിംഗ് ഇല്ല. നെക്സ്റ്റ്, രണ്ടാമത്തെ എൻട്രി പ്രീമിയം ടു ഹരിത ടു സമിത. ഹരിതയുടെയും സമിതയുടെ അക്കൗണ്ട് അതാണല്ലോ ഇത്. ഈ അക്കൗണ്ടിൽ പ്രീമിയം എന്ന് പോസ്റ്റ് ചെയ്യണം. പ്രീമിയം ഇവിടെ ഡെബിറ്റിലാണ്, അപ്പോൾ നമ്മൾ ക്രെഡിറ്റിൽ ബൈ പ്രീമിയം, ബൈ പ്രീമിയം. പ്രീമിയത്തിൻ്റെ എമൗണ്ട് 9,000. പ്രീമിയത്തിൻ്റെ എമൗണ്ട് 9,000 ആണ്. വീതിക്കേണ്ട അനുപാതം ഇവിടെ കണ്ടുവല്ലോ, 5:3 ആണല്ലോ. അപ്പോൾ നമ്മളിവിടെ താഴെ കാൽക്കുലേഷൻ ചെയ്ത് നോക്കാം. പ്രീമിയം ആണല്ലോ വീതിക്കുന്നത്. പ്രീമിയം 9,000 ഇൻറ്റു 5/8. തൊട്ട് താഴെ 9,000 ഇൻറ്റു 3/8 സമം എത്രയുണ്ടെന്ന് നമുക്ക് കണ്ടെത്താം. 9,000 ഇൻറ്റു 5/8. നെക്സ്റ്റ് 9,000 ഇൻറ്റു 3/8. രണ്ടുപേരുടെ എമൗണ്ടുകൾ, പ്രീമിയത്തിൻ്റെ എമൗണ്ടുകൾ. ഇത് നമ്മൾ റിസർവ് വീതിച്ചതാണ്, ഇത് പ്രീമിയം വീതിച്ചതാണ്. 5,625, 3,375 വീതിച്ചുകൂടെ കാണിച്ചിട്ടുണ്ട്. പ്രീമിയം 5,625, 3,375. ക്ലിയർ ആയല്ലോ? ഈ കാൽക്കുലേഷൻ ഇവിടെ പോസ്റ്റ് ചെയ്തല്ലോ. അപ്പോൾ 1, 2 എൻട്രി അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമ്മൾ വായിച്ചു. ഇനി തേർഡ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 45,000 ആയിട്ട് വർദ്ധിച്ചു എന്ന് പറഞ്ഞു. അതിൻ്റെ എൻട്രികൾ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ടു റിവാലുവേഷൻ. റിവാലുവേഷൻ അക്കൗണ്ടിലാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് പോസ്റ്റ് ചെയ്യണം. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഇവിടെ ഡെബിറ്റിലാണല്ലോ. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ടു റിവാലുവേഷൻ. ഇതിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അക്കൗണ്ട് ഇല്ലല്ലോ, റിവാലുവേഷൻ അക്കൗണ്ടാണ് ഉള്ളത്. ആ റിവാലുവേഷൻ അക്കൗണ്ടിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് പോസ്റ്റ് ചെയ്യണം. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഇവിടെ ഡെബിറ്റാണ്, നമ്മൾ ക്രെഡിറ്റിൽ പോസ്റ്റ് ചെയ്യും. റിവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എമൗണ്ട് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ എമൗണ്ട് 45,000 എന്നാണ് കണ്ടെത്തിയത്. ആദ്യം ഉണ്ടായിരുന്നത് 40,000. ക്ലിയർ ആയല്ലോ? ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഇപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രകാരം 45,000 എന്ന് പറയുന്നുണ്ട്. ആദ്യം ഉണ്ടായിരുന്നത് 40. അപ്പോൾ 45 40 കുറച്ചപ്പോൾ ഇൻക്രീസ് ചെയ്ത എമൗണ്ട് നമ്മൾ കണ്ടെത്തി 5,000. നെക്സ്റ്റ്, സ്റ്റോക്കിൻ്റെ എമൗണ്ട് 16,000 ആയിട്ടുണ്ട്. ആദ്യം ഉണ്ടായിരുന്നത് 17,000. അപ്പോൾ കുറഞ്ഞതായിട്ട് കണ്ടു. അതിൻ്റെ എൻട്രി നമ്മൾ പറഞ്ഞു റിവാലുവേഷൻ ടു സ്റ്റോക്ക്. റിവാലുവേഷൻ ടു സ്റ്റോക്ക്. അപ്പോൾ റിവാലുവേഷൻ അക്കൗണ്ടിൽ സ്റ്റോക്ക് പോസ്റ്റ് ചെയ്യണം. സ്റ്റോക്ക് ഇവിടെ ക്രെഡിറ്റാണ്, ഡെബിറ്റിൽ പോസ്റ്റ് ചെയ്യും സ്റ്റോക്ക്. അതിന് മുൻപ് നമ്മൾ ഇവിടെ 4 പോസ്റ്റിംഗ് നടത്തി. 5ാമതാണ് ഇപ്പോൾ ഇത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്, 5. നെക്സ്റ്റ് 6 സ്റ്റോക്ക്. 6ാമത്തെ പോസ്റ്റിംഗ് ആണ് നടത്തുന്നത്, 6.
റിവാലുവേഷൻ ടു സ്റ്റോക്ക് ക്രെഡിറ്റിലാണ്, ഡെബിറ്റിൽ പോസ്റ്റ് ചെയ്തു. ഇനി കാൽക്കുലേഷൻ. ആദ്യം ഉണ്ടായിരുന്നത് 17,000, ഇപ്പോൾ ഉള്ളത് 16,000. അതായത് ആദ്യമുണ്ടായ എമൗണ്ട് 17, ഇപ്പോൾ അത് റീവാല്യൂ ചെയ്തപ്പോൾ 16 അപ്പോൾ 17 16 പോയപ്പോൾ ബാക്കി 1000. സ്റ്റോക്കിൻ്റെ എമൗണ്ട് 1000 എന്ന് പോസ്റ്റ് ചെയ്തു. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ഇത് തന്നെ ഒരു പോയിന്റ് കൂടെ പറയുന്നുണ്ട്. ഫർണിച്ചർ 10% റെഡ്യൂസ് ചെയ്തു. ഫർണിച്ചർ റെഡ്യൂസ് ചെയ്യുമ്പോൾ എൻട്രി റിവാലുവേഷൻ ടു ഫർണിച്ചർ എന്നാണ്. ഫർണിച്ചർ ഇവിടെ ക്രെഡിറ്റിലാണ്, നമ്മൾ ഡെബിറ്റിൽ പോസ്റ്റ് ചെയ്യും. ടു ഫർണിച്ചർ. ഫർണിച്ചർ പോസ്റ്റ് ചെയ്തു. ഈ കാൽക്കുലേഷൻ 10% എന്നാണ് പറയുന്നത്. ഫർണിച്ചറിൻ്റെ എമൗണ്ട് നിങ്ങൾക്ക് കാണാം 22,000. 22,000 ഇൻറ്റു 10%. 22,000ൻ്റെ 10%, 2,200. അപ്പോൾ ക്ലിയർ ആയല്ലോ? സ്റ്റോക്കും പോസ്റ്റ് ചെയ്തു, ഫർണിച്ചറും പോസ്റ്റ് ചെയ്തു. ലാസ്റ്റ് പോയിന്റ് ക്രെഡിറ്റേഴ്സ്. 2,000 രൂപ ക്രെഡിറ്റേഴ്സ് കുറഞ്ഞ് കിട്ടി എന്നാ പറയുന്നത്. എൻട്രി ക്രെഡിറ്റേഴ്സ് ടു റിവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റേഴ്സ് പോസ്റ്റ് ചെയ്യണം. ക്രെഡിറ്റേഴ്സ് ഇവിടെ ഡെബിറ്റിലാണ്, ക്രെഡിറ്റിൽ ബൈ ക്രെഡിറ്റേഴ്സ്. 8ാമത്തെ പോസ്റ്റിംഗ് ആണ്. എത്രയാണ് കാണിക്കേണ്ടതെന്ന എമൗണ്ട് ഇവിടെ പറയുന്നുണ്ട്. ക്രെഡിറ്റേഴ്സ് 2,000 ആണല്ലോ കുറഞ്ഞത്, അപ്പോൾ ക്രെഡിറ്റേഴ്സ് 2,000 കാണിച്ചു. അപ്പോൾ നമ്മൾ 1 by 1 ആയിട്ട് ക്ലിയർ ആയിട്ട് അതിൻ്റെ റൂട്ട് പ്രകാരം തന്നെ പോസ്റ്റിങ്ങുകൾ നടത്തി. 1 ഓപ്പണിംഗ് ബാലൻസ് കാണിച്ചു, 2 ജനറൽ റിസർവ് വീതിച്ചു, 3 ക്യാപിറ്റൽ കൊടുക്കുന്നത് കാണിച്ചു, 4 പ്രീമിയം വീതിച്ചു, 5 ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അപ്രീസിയേറ്റ് ചെയ്ത് കാണിച്ചു, 6 സ്റ്റോക്ക് റെഡ്യൂസ് ചെയ്തത് കാണിച്ചു, 7 ഫർണിച്ചർ റെഡ്യൂസ് ചെയ്തത് കാണിച്ചു, 8 ക്രെഡിറ്റേഴ്സ് റെഡ്യൂസ് ചെയ്തത് കാണിച്ചു. ഇനി നമ്മൾ ബാലൻസ് ചെയ്യാം. ഇവിടെ കൂട്ടുമ്പോൾ 5 2 7, 7 ഇവിടെ കാണിച്ചു. ഇവിടെ ഈ 2 എമൗണ്ടുകളാണ് ഉള്ളത്. ബാലൻസ് ചെയ്യുമ്പോൾ 3,800, ബാലൻസ് 3,800. ബാലൻസ് പാർട്ട്നേഴ്സിനുള്ളതാണെന്ന് പറഞ്ഞല്ലോ. പറ്റുമോ? ക്യാപിറ്റൽ അക്കൗണ്ട്. ബാലൻസിന് നേരെ ക്യാപിറ്റൽ അക്കൗണ്ട്. ഈ ബാലൻസ് പാർട്ട്ണർമാർക്ക് വീതിച്ചു കൊടുക്കണം. ആ റേഷ്യോ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്കറിയാലോ, 5:3 ആണ് റേഷ്യോ. അപ്പോൾ ക്യാപിറ്റൽ 5:3 പ്രകാരം വീതിക്കണം. ഹരിതക്കും സമിതക്കും വീതിച്ചു കൊടുക്കണം. ഹരിത സമിത 3,800 ഇൻറ്റു 5/8, 3,800 ഇൻറ്റു 3/8 വീതിച്ചുമ്പോൾ 2,375, 1,425. ഒന്നുകൂടെ ടോട്ടൽ ചെയ്തു. ടോട്ടൽ ഇവിടത്തേക്ക് എഴുതി. ബാലൻസ് 3,800 ക്യാപിറ്റൽ അക്കൗണ്ടിലുള്ളതാണ്. മറ്റു ക്യാപിറ്റൽ ഹരിതക്കും സമിതക്കും വീതിച്ചു കൊടുക്കണം. ഈ ബാലൻസ് ഈ 5:3 പ്രകാരം വീതിക്കുമ്പോൾ 2,375, 1,425 എന്നും ലഭിച്ചു. ക്ലിയർ ആയല്ലോ? ഞാനതിൻ്റെ ഒരു ശരിയായൊരു ഫ്ലോയിലാണ് നിങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആ ഒരു റൂട്ടിൽ തന്നെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി സ്മൂത്തായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓരോ പോസ്റ്റ് നടത്തുമ്പോഴും പ്രത്യേകം നമ്പറുകളൊക്കെ ഇട്ട് ഓർഡറുകളൊക്കെ നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ കണ്ടുവല്ലോ, റിവാലുവേഷൻ അക്കൗണ്ട് ഉണ്ടാക്കി. ഇനി ഈ ബാലൻസ് എന്ത് ചെയ്യണം? ക്യാപിറ്റൽ അക്കൗണ്ടിലുള്ളതാണ്. അപ്പോൾ ഈ ബാലൻസ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യണം. ഇവിടെ ഡെബിറ്റിലാണ്, കൊണ്ടുപോയി ക്രെഡിറ്റിൽ നമ്മൾ പോസ്റ്റ് ചെയ്യണം. എന്താ പോസ്റ്റ് ചെയ്യുക? ഈ അക്കൗണ്ടിൻ്റെ പേര് പോസ്റ്റ് ചെയ്യണം എന്നല്ല പഠിച്ചത്. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഇവിടേക്കും, ഇവിടെയാണ് ബാലൻസ് എങ്കിൽ ഡെബിറ്റിലേക്കും പോസ്റ്റ് ചെയ്യും. ഡെബിറ്റ് കിട്ടിയ ക്രെഡിറ്റിലേക്ക്, ക്രെഡിറ്റിൽ കിട്ടിയ ഡെബിറ്റിലേക്ക്. എവിടെ ബാലൻസ് എഴുതുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും? ഏത് അക്കൗണ്ടിൻ്റെ ബാലൻസ് ആണോ എഴുതുന്ന ആ അക്കൗണ്ടിൻ്റെ പേര് എഴുതും. റിവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ബാലൻസ്. അപ്പോൾ റിവാലുവേഷൻ ഹരിതയുടെ എമൗണ്ട് 2,375, സമിതയുടെ എമൗണ്ട് 1,425. ഇനി ബാലൻസ് ചെയ്യുക. ക്യാപിറ്റൽ അക്കൗണ്ട് ടോട്ടൽ ചെയ്യുക. ഇവിടെ ടോട്ടൽ ചെയ്യുമ്പോൾ 53,000 ഇവിടെ കാണിച്ചു. ബാലൻസ് ഇല്ലാത്ത ഒന്നുമില്ല ഇവിടെ. അപ്പോൾ നമ്മൾ ആ എമൗണ്ട് തന്നെ ബാലൻസ് കാണിച്ചു. 2 ഇവിടെ കൂട്ടുമ്പോൾ 37,800 ആ എമൗണ്ട് ഇവിടത്തേക്ക് കാണിച്ചു. ബാലൻസ് കണ്ടെത്തി. ഇവിടെ 25,000 അതിവിടെ കാണിക്കുക. 25,000 എല്ലാ ബാലൻസുകളും കിട്ടി. ബാലൻസ് ക്യാരി ഡൗൺ ആണ്. ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പേര് കൊടുക്കുക. ക്ലിയർ ആയുമല്ലോ? 2 അക്കൗണ്ടുകൾ നമ്മൾ പൂർത്തീകരിച്ചു. റിവാലുവേഷൻ അക്കൗണ്ട് ചെയ്തു, പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടും ചെയ്തു. നെക്സ്റ്റ് ബാലൻസ് ഷീറ്റ് നോക്കാം.
ബാലൻസ് ഷീറ്റിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം എങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാമെന്ന് പറഞ്ഞു തന്നുവല്ലോ. പഴയ ബാലൻസ് ഷീറ്റ് നോക്കി മാറ്റം വന്ന ഐറ്റങ്ങൾക്ക് മാറ്റം വരുത്തിക്കൊണ്ടാണ് ചെയ്യേണ്ടതെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ആദ്യം ക്രെഡിറ്റേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ക്രെഡിറ്റേഴ്സിൻ്റെ പഴയ എമൗണ്ട് 32,000. അഡ്ജസ്റ്റ്മെൻറ്റ് നമ്പർ 5 പ്രകാരം ക്രെഡിറ്റേഴ്സ് 2000 രൂപ കുറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ക്രെഡിറ്റേഴ്സ് 32,000 2000 കുറഞ്ഞു. അഡ്ജസ്റ്റ്മെൻറ്റ് നമ്പർ 5 പ്രകാരം 32,000 2000 കുറച്ച് ബാക്കി 30,000 കാണിച്ചു. നെക്സ്റ്റ് രണ്ടാമത്തെ ഐറ്റം ക്രെഡിറ്റേഴ്സ് കഴിഞ്ഞു. അടുത്ത ജനറൽ റിസർവ് ഹരിതക്കും സമിതക്കും ആദ്യം തന്നെ നമ്മൾ വീതിച്ചു കൊടുത്തു. അത് ഈ ഐറ്റം അവിടെ ഉണ്ടാകുമോ? 8,000 2 പേർക്കുമായിട്ട് വീതിച്ചു കൊടുത്തുവല്ലോ. ഇവിടെ 5,000 3,000 2 പേർക്ക് വീതം വെച്ച് കൊടുത്തു. അതോടുകൂടി ആ ഒരു ഐറ്റം എന്ത് ചെയ്തു പോയി? ഒഴിവായി പോയി. അപ്പോൾ ജനറൽ റിസർവ് നമ്മൾ എന്ത് ചെയ്യേണ്ട? പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലിയർ ആയല്ലോ എന്തുകൊണ്ടാണ് പോസ്റ്റ് ചെയ്യാത്തതെന്ന്? 2 പേർക്കും അത് വീതിച്ചു കൊടുത്തു. അതിൻ്റെ എൻട്രിയാണ് ഈ കാണുന്നത്. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. നെക്സ്റ്റ് ക്യാപിറ്റൽ 3 പേരുണ്ട്. ഇപ്പോൾ 3 ആളുടെയും പേര് എഴുതുക. ഹരിത, സമിത, സമീറ. ഈ ഇതിന് നേരെ എഴുതേണ്ട എമൗണ്ടാണ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കി കണ്ടുപിടിച്ചത്. ബാലൻസ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആണല്ലോ അവിടെ എഴുതേണ്ടത്. 53,000 37,800 25,000 3 എമൗണ്ടുകൾ 1 by 1 ആയിട്ട് റെക്കോർഡ് ചെയ്തു. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യാനുണ്ടായിരുന്നത്? ക്രെഡിറ്റേഴ്സ് ഇതിന്ന് 2,000 കുറച്ച് എഴുതി. റിസർവ് വീതിച്ചത് കൊണ്ട് ഒഴിവാക്കി. ക്യാപിറ്റൽ 3 പേരുടെ എമൗണ്ട് എഴുതി. ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് 3 പേർക്ക് നേരെ റെക്കോർഡ് ചെയ്തു. നെക്സ്റ്റ് ഇനി ഫസ്റ്റ് സൈഡാണ് ബാങ്ക് അക്കൗണ്ട്. ബാങ്കിൽ 12,000 രൂപ ഓൾറെഡി ഉണ്ട്. അപ്പോൾ 12,000 പ്ലസ് സമീറ 25,000 രൂപ ക്യാപിറ്റലായിട്ട് ക്യാഷ് കൊണ്ടുവന്നിട്ടുണ്ട്. 9,000 രൂപ പ്രീമിയം ആയിട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മൂന്നുമാണ് അവിടുത്തെ ക്യാഷ്. ആദ്യം ഉണ്ടായിരുന്ന 12,000, പിന്നെ സമീറ കൂടുന്ന ക്യാപിറ്റൽ 25,000, സമീറ കൂടുന്ന പ്രീമിയം 9,000. ടോട്ടൽ ചെയ്യുമ്പോൾ 46,000. ബാങ്കിൽ ഇപ്പോൾ ക്യാഷിൻ്റെ എമൗണ്ട് ഉള്ളത് 46,000 എന്നാണ്. നെക്സ്റ്റ് ബിൽസ് റെസ്യൂബിൾ. നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാത്തത് കൊണ്ട് അത് അതേപടി എടുത്ത് എഴുതും. ഇവിടെ കാണാം. എവിടെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് എഴുതുക. സൈഡിൽ എഴുതണമെന്ന് മാത്രം. ബിൽസ് റെസ്യൂബിൾ 2,500 ആണല്ലോ. 2,500. നെക്സ്റ്റ് ഡെപ്റ്റേഴ്സ് 18,000 1,500 16,500. ഡെപ്റ്റേഴ്സ് എന്ന പ്രൊവിഷൻ കുറച്ചിട്ട് 16,500. ഇവിടെ ഡെപ്റ്റേഴ്സിനെ കുറിച്ചോ പ്രൊവിഷനെ കുറിച്ചോ ഒന്നും പറയാത്തത് കൊണ്ട് അതേപടി എടുത്ത് എഴുതാം. ഡെപ്റ്റേഴ്സ് 18,000 1,500 പ്രൊവിഷൻ കുറച്ചിട്ട് ബാക്കി 16,500. ഒരു മാറ്റവും ഇല്ല. റിവാലുവേഷൻ നടന്നപ്പോഴും ഐറ്റത്തിന് പ്രത്യേക മാറ്റമൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് അതുപടി തന്നെ നമ്മൾ എന്ത് ചെയ്തു? എടുത്തെഴുതി. നെക്സ്റ്റ് സ്റ്റോക്ക് റെഡ്യൂസ് ചെയ്തല്ലോ. ഓർമ്മ ഉണ്ടാകും നിങ്ങൾക്ക്. സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് നമ്പർ 4 പ്രകാരം സ്റ്റോക്ക് 16 എന്നാണ് പറയുന്നത്. അപ്പോൾ സ്റ്റോക്കിൻ്റെ എമൗണ്ട് 16. നെക്സ്റ്റ് ഫർണിച്ചർ 22,000 ഫർണിച്ചർ 10% കുറഞ്ഞുവല്ലോ. അപ്പോൾ 22,000 നിന്ന് 10% നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഫർണിച്ചറിൻ്റെ 10% 2,200. 22,000 നിന്ന് 2,200 കുറച്ചു. അത് കുറച്ചത് അഡ്ജസ്റ്റ്മെൻറ്റ് നമ്പർ 4 പ്രകാരമാണ്. 4-ലാണല്ലോ ഫർണിച്ചറിനെ കുറിച്ച് പറഞ്ഞത്. 4 പ്രകാരം 22 നിന്ന് 2,200 കുറച്ച് ബാക്കി 19,800. അടുത്തത് അപ്പോൾ ബാങ്ക് കണ്ടുപിടിച്ചു. ബിൽസ് റെസ്യൂബിളും ഡെപ്റ്റേഴ്സും ഒന്നും ചെയ്യാത്തത് കൊണ്ട് ഇതേപോലെ എടുത്തെഴുതി. സ്റ്റോക്കും ഫർണിച്ചറും നമ്മൾ ലെസ് ചെയ്ത് എഴുതി. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഇവിടെ പറയുന്നുണ്ടല്ലോ. ഇവിടെ കാണാം 3-ൽ 45,000 ആയി എന്ന് കൃത്യം പറയുന്നുണ്ട്. അപ്പോൾ അത് അതേപടി എടുത്തെഴുതും. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് 3 പ്രകാരം 45,000 ആയി. എല്ലാ ഐറ്റങ്ങളും കഴിഞ്ഞുവല്ലോ. പഴയ ബാലൻസ് ഷീറ്റിലുള്ള എല്ലാ ഐറ്റങ്ങളും വായിച്ചുവല്ലോ. ഇനി അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് വല്ലതും എഴുതാനുണ്ടോ നോക്കണം. ക്യാപിറ്റൽ കൊണ്ടുവന്നത്, പ്രീമിയം കൊണ്ടുവന്നത്, അത് രണ്ടുമാണല്ലോ ഇവിടെ എഴുതിയത്. നെക്സ്റ്റ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, അത് എഴുതിയല്ലോ. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ ഇപ്പോഴുള്ള എമൗണ്ട് 45,000. സ്റ്റോക്കും ഫർണിച്ചറും രണ്ടും എടുത്തുമല്ലോ. സ്റ്റോക്ക് കുറച്ച് എഴുതി, ഫർണിച്ചറും കുറച്ച് എഴുതി. ക്രെഡിറ്റേഴ്സ് അതിവിടെ കുറച്ചുമല്ലോ. ക്രെഡിറ്റേഴ്സ് ക്രെഡിറ്റ് സൈഡിൽ ലെസ് ചെയ്ത് എഴുതി. അപ്പോൾ
ബാലൻസ് ഷീറ്റ് പരിശോധിച്ചു എല്ലാ ഐറ്റങ്ങളും മാറ്റം വന്നതൊക്കെ മാറ്റം വരുത്തി എഴുതി. അഡ്ജസ്റ്റ്മെൻറ്റ് പരിശോധിച്ച് പ്രത്യേകിച്ച് ഒന്നും ഇതിലേക്ക് ഇല്ലാത്തത് കൊണ്ട് അത്യാവശ്യം വേണ്ടതൊക്കെ ഓൾറെഡി നമ്മൾ എടുക്കൽ കഴിഞ്ഞിട്ടുണ്ട്. വേറെ ഒന്നും വിട്ടു പോവാത്തത് കൊണ്ട് ഇനിയൊന്നും പ്രത്യേകിച്ച് കാണിക്കാനില്ലതാനും. അതുകൊണ്ട് തന്നെ രണ്ട് സൈഡ് നമ്മൾ എന്ത് ചെയ്യും, ടോട്ടൽ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്തത് മനസ്സിലായല്ലോ. ക്രെഡിറ്റേഴ്സ് പഴയത് കുറച്ച് എഴുതി, റിസർവ് വീതിച്ചു കൊടുത്തത് കൊണ്ട് ഒഴിവാക്കി, ക്യാപിറ്റൽ 3 പേരുടേതും ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് എടുത്തെഴുതി. ബാങ്ക് അഡ്ജസ്റ്റ്മെൻറ്റ് 1, 2 പ്രകാരം 12,000-ൻ്റെ കൂടെ 5,000, 9,000 കൂട്ടി എഴുതി. ബിൽസ് റെസീവബിൾ ഡെപ്റ്റേഴ്സ് അപ്പടി കാണിച്ചു. സ്റ്റോക്കും ഫർണിച്ചറും സ്റ്റോക്ക് 16 ആയതുകൊണ്ട് 16 എഴുതി. ഫർണിച്ചർ 10% കുറഞ്ഞു എന്ന് പറയുമ്പോൾ 10% കുറച്ച് എഴുതി. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 40, ഇവിടെ 45 എന്ന് പറയുമ്പോൾ 45 എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യും, ടോട്ടൽ ചെയ്യും. ഇവിടെ കൂട്ടിയപ്പോൾ 1,45,800, ഇവിടെയും 1,45,800. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത എക്സാമ്പിളിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്താതെയാണ് ഇന്നും നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി എന്തായാലും കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള, കുറച്ചും കൂടി അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യന് കൂടി നമുക്ക് ചെയ്ത് പഠിക്കണം. അതെന്തായാലും നമുക്ക് അടുത്ത വീഡിയോകളിലൂടെ പഠിക്കാവുന്നതാണ്. അപ്പം ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ ക്വസ്റ്റ്യനും അതിൻ്റെ വർക്കൗട്ട് ചെയ്ത ആൻസറുകളും എല്ലാം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ച് ക്ലാരിഫൈ ചെയ്യാനുള്ള അവസരവുമുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയെടുത്തുകൊണ്ട് സ്വന്തമായി വർക്കൗട്ട് ചെയ്യുകയും ഈ ആൻസറുകളെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യുക. ഇത്രയും സമയം വീഡിയോ കണ്ടതിന് എല്ലാ ആളുകൾക്കും നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.